السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الحمد لله ഞങ്ങളെ ഉപദേശിക്കുകയായിട്ട് മുള്ളൂർക്കര ഉസ്താദ് ഇന്നാലമേ റായത്തെ ഭർത്തായിട്ട് ഇവിടെ എത്തിയത് ഇൻഷാ അല്ലാഹ് ടൈം കഴിഞ്ഞിട്ട് എത്തു. അപ്പോ ചില ആൾമാരെല്ലാം ഭർത്തുള്ളാറ് ചിലപ്പോ ഉസ്താദ് പറയുമ്പോ കൈ കൊടുക്കുകയായിരിക്കും. ഇൻഷാ അല്ലാഹ് കൈയെല്ലാം ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പോ മജ്ലിസിലൊരു ഹുർമത്ത് വേണ്ടിയിട്ട് ഭർത്തനിന്റെ ആൾമാരെല്ലാവരും സ്റ്റേജിൽ സദസ്സിൽ നിങ്ങൾ ഒരുക്കിയ ആ കുർസിൽ വന്ന് ദയിക്കണോ. അതിലൊരു ഹുർമത്തും ഒരു ബഹുമാനവും ആദരവും അത് വേറെ ആയിട്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഇൽമിന്റെ സദസ്സായിരിക്കണം. ഇൽമിന്റെ സദസ്സിന് വലിയ ബഹുമതിയും ആദരവും ഉള്ളത് ഞങ്ങൾ പണ്ട് മുതലേ കേട്ടോണ്ടുള്ള ആലിമീങ്ങളും ഉസ്താദന്മാരും പ്രത്യേകിച്ച് സയ്യിദന്മാർ ഞങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടെല്ലാം ചൊന്നു തന്നിരാറ്. അതുകൊണ്ട് പുറത്തുള്ള ആൾമാരെല്ലാവരും വന്നിട്ട് സദസ്സിൽ ദയിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരു 5-4 കലിയുമ്പോഴത്തേക്ക് നമുക്ക് കടന്നു വരാനിരിക്കുന്ന മാസം പരിശുദ്ധമാകപ്പെട്ട റജബ് മാസമാണ്. ആ റജബ് മാസം കടന്നു വരുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ നിന്നും ഒരു ആഹ്ലാദവും ഒരു സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയമാണ് പരിശുദ്ധമാകപ്പെട്ട റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന. കാരണം പള്ളിയിൽ വരും നിസ്കരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പോയി നിസ്കരിക്കുമ്പോൾ അതെല്ലാം വക്തിൽ നാം ഒരു ദുആ കേൾക്കുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിലുള്ള ആ സന്തോഷം. കാരണം 2 മാസം മുമ്പ് തന്നെ റമളാൻ നമ്മളിലേക്ക് സമാഗതമാകണം. ആ റമളാനിൽ ഞാൻ നോമ്പ് നോക്കി ഇബാദത്ത് ചെയ്ത് പുണ്യ കരസ്ഥമാക്കണം എന്ന ആ ചിന്തയോടുകൂടെ നാം 2 മാസം മുമ്പ് തന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അതിനൊരർത്ഥം 2 മാസം വരെ നിനക്ക് നീ ആയുസ് നീട്ടി തരണം എന്നാണ് ആ ദുആഇന്റെ ഉള്ളടക്കം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായി ഞാനൊന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഉസ്താദിന്റെ വഅദിന് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരും, ഒരു വാക്ക് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് മഹാന്മാരെ നാം സ്മരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യനെ ഈ ലോകത്തേക്ക് അയച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അവനെ സ്മരിക്കാൻ വേണ്ടിയാണ് നമ്മെ ഈ ലോകത്തേക്ക് കടത്തിയത്. ആ സ്മരിക്കേണ്ട മാസം പരിശുദ്ധമാകപ്പെട്ട റജബ് കടന്നു വരുമ്പോൾ നമുക്ക് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടേണ്ട മാസം കൂടിയാണ് ഈ റജബ് മാസം. മനുഷ്യന്റെ കൽബിൽ അല്ലാഹുവിനോട് ഭയഭക്തിയും അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മുഹബ്ബത്തും രണ്ടും ഒത്തൊരുമ കൂടി ഉണ്ടായാൽ മനുഷ്യൻ വിജയത്തിലേക്ക് എത്തിപ്പെടും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്. നീ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണം.
അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, ഇത്തഖിൽ മഹാരിം, നീ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണം. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ പല സ്ഥലത്തും പല സമയത്തും നമുക്കറിയാതെ തന്നെ നമ്മളെ ജീവിതത്തിൽ തെറ്റ് വന്നു പോകും. പക്ഷേ അതിനെല്ലാം ഒന്ന് ശുദ്ധമായി എടുക്കേണ്ട മാസം കൂടിയാണ്, ശുദ്ധമാക്കേണ്ടി. എന്നിട്ട് ആ കൽബെല്ലാം ശുദ്ധമായി അടുത്ത ശഅബാൻ കടന്നു വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞു പിന്നീട് റമദാനിൽ കടന്നു വരുമ്പോൾ ഇബാദത്തില് നാം തയ്യാറായി നിൽക്കേണ്ട അവസരം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയ മഹാനാണ്. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളല്ലേ ഹബീബായ തങ്ങൾ. ആ തങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ തേടുന്നു. മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവ് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. പ്രത്യേകിച്ച് നബിമാരാണ്. നബിമാർ മഅസൂമാൻ. അവർക്ക് അറിയാതെയും അവരെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു തെറ്റും ഒരു നബിക്കും സംഭവിക്കുകയില്ല. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ തേടുന്നു, അല്ലാഹുവിനോട് പൊറുക്കൽ തേടുന്നു. ഇത് ഉമ്മത്തിനോട് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ജീവിതമൊന്ന് തഖ്വയിലേക്ക് നയിക്കേണ്ട, ജീവിതം ഒന്ന് ഭയഭക്തിയിലേക്ക് കൊണ്ടുപോകേണ്ട ദിവസമാണല്ലോ കടന്നു വരുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാകണം, അല്ലാഹുവിന്റെ പേടിയുണ്ടാകണം. ഇത്തഖിൽ മഹാരിം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ഹറാമിനെ തൊട്ട് നീ സൂക്ഷിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യം എല്ലാം വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും ചെറിയൊരു കാര്യമാണ് ഇസ്തിഗ്ഫാറിന്റെ കാര്യം. ജീവിതത്തിൽ പ്രയാസമുണ്ടോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. നിനക്ക് മഴയില്ലേ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? കുടുംബത്തിൽ പ്രയാസമുണ്ടായ, നിന്റെ മക്കളില്ലെങ്കിലും മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ജീവിതത്തിൽ പതിവാക്കിയാൽ എല്ലാത്തിനും പരിഹാരമാണ്. മുഅ്മിനായ മനുഷ്യ, അല്ലാഹുവിനോടുള്ള പേടി നിന്റെ കൽബിലുണ്ടാകണേ. കഴിഞ്ഞു പോയ ആലിമീങ്ങളെ നീ നോക്ക്, എത്രയോ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടെ, ജീവിതത്തിൽ ഭയഭക്തിയോടുകൂടെ അവർ ജീവിച്ചില്ലേ? ഓ മുഅ്മിനായ മനുഷ്യ, കൽബൊന്നു നന്നാക്കണം. ഞാൻ പറയട്ടെ, ഒരാളോട് വൈരാഗ്യമില്ലാതെ നീ ജീവിക്കണം. ആരോട് പക നീ കാണിക്കണ്ട, ആരോട് വിദ്വേഷം കാണിക്കണ്ട, ആരോട് വെറുപ്പ് നീ കാണിക്കണ്ട. പണ്ഡിതന്മാരെ നീ അവഹേളിക്കണ്ട, സയ്യിദന്മാരെ ഗ്രൂപ്പ് തിരിച്ചോ തിരിക്കാതെയോ നീ ചീത്ത പറയണ്ട. നിന്റെ കൽബൊന്നു നന്നാകണ്ടേ. അതിനാണ് നല്ല നല്ല മാസങ്ങൾ കടന്നു വരുന്നു. ആ മാസം കടന്നു വന്നാൽ നമുക്ക് അല്ലാഹു ആയുസ് നീട്ടി കിട്ടിയാൽ ജീവിതത്തിന് എത്ര വലിയ തൗഫീഖാണ്. നല്ല
നല്ല മാസങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്, നമ്മളിലേക്ക് അടുത്തിരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കാതെ അല്ലാഹുവിന്റെ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്. ജീവിതത്തിൽ നല്ല തഖ്വ ഉണ്ടാകണം, ഭയഭക്തി ഉണ്ടാകണം, അല്ലാഹുവിന്റെ പേടി ഉണ്ടാകണം. മുഅ്മിനായ മനുഷ്യ, നമുക്കറിയില്ലേ മഹാന്മാരുടെ ജീവിതത്തിലുള്ള തഖ്വ. ഇതിനോടൊപ്പം അവരെ തഖ്വയും ഭയഭക്തിയും അത് വലിയൊരു സംഗതിയാണ്, വലിയൊരു കാര്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്, എല്ലാവരോടും ഞാൻ പറയട്ടെ, നല്ല ജീവിതം നയിക്കണം നാം. വേണ്ടതുപോലെ മഹാന്മാരെടുത്ത ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും പക്ഷേ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നാം പതിവാക്കണം. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ പതിവാക്കേണ്ട എന്തെല്ലാം കാര്യമുണ്ട്. സാധിക്കുന്ന ആളുകളെല്ലാം തഹജ്ജുദ് നിസ്കരിക്കണം. സാധിക്കുന്നവരൊക്കെ ധാരാളം ഖുർആൻ ഓതണം. സാധിക്കുന്ന ആളുകൾ അതാ പെണ്ണുങ്ങൾ എന്നും വീട്ടിൽ നിന്ന് പണ്ട് മുതലേ പതിവാക്കി വന്ന അദ്കാറുകളുണ്ട്, ദുആകളുണ്ട്, മാല മൗലീദുകളുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കണം, ജീവിതത്തിലൊന്ന് ചൊല്ലിട്ട് തുടങ്ങണം. പക്ഷേ പിന്നീട് നമ്മുടെ പ്രയാസത്തിന് പരിഹാരം ആ മോദിയ മാല മൗലിദ. ഏത് ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ടതില്ല, അല്ലെങ്കിൽ അതാ അസ്മാഇന്റെ ആലിന്റെ അടുത്ത് പോകേണ്ടതില്ല. നല്ല നിലക്കൊരു മൗലീദ് നീ ചൊല്ലിയാൽ, നല്ല നിലക്ക് നീ ബൈത്തങ്ങ് പാടിയാൽ, മങ്കൂസ് മൗലിദ് ഓതി പതിവാക്കിയാൽ നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരൂല. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇതെല്ലാം ജീവിതത്തിൽ നല്ല തഖ്വയുള്ള ജീവിതത്തിലേക്കുള്ള ഒരു മാർഗമാണ്, ഒരു റൂട്ടാണ്. നല്ല ജീവിതം നയിക്കണം, നല്ല ജീവിതം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പതിവാക്കിയാൽ നമ്മുടെ മക്കൾ അത് കണ്ടുപഠിക്കും, നമ്മുടെ മക്കൾ അത് കണ്ടുപഠിക്കും. മുഅ്മിനായ മനുഷ്യ, നമുക്കറിയില്ലേ നാം അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് നമ്മുടെ തെറ്റൊന്ന് ഓർത്തു പടച്ചവനോടൊന്ന് പറഞ്ഞു ഇസ്തിഗ്ഫാർ തേടിയാൽ, തൗബ തേടിയാൽ അല്ലാഹു ജീവിതത്തിന് നല്ല സംശുദ്ധമായ നല്ല ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യും. നാം നല്ല ഭയഭക്തിയോടുകൂടെ, ഞാൻ പറയട്ടെ, ഒന്നും മനസ്സറിഞ്ഞ് പടച്ചവനോടൊന്ന് ദുആർന്നാൽ ആ ദുആക്ക് അല്ലാഹു സ്വീകരിച്ച് കബൂലാക്കി നമ്മുടെ ജീവിതത്തിന്റെ റൂട്ടങ്ങ് അല്ലാഹുവിന്റെ മാർഗത്തേക്ക് പോകാൻ സാധിച്ചു വരും. അതിനെല്ലാം നാം പതിവാക്കേണ്ട ദിനനിത്യമുള്ള ഇബാദത്തുകൾ. 5 വക്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, നിസ്കരിക്കാത്താൽ മുഅ്മിനല്ലല്ലോ. ആ നിസ്കാരത്തെ കാര്യം പറയേണ്ടതില്ല. കഴിവുള്ളവൻ സകാത്ത് കൊടുക്കുന്നു, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുന്നു. അതെല്ലാം ജീവിതത്തിൽ ഫർളായ കാര്യമാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ജീവിതത്തിൽ ഇതുപോലെയുള്ള ഫർളായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ജീവിതം ആഖിറത്തിൽ നയിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയില്ല. പക്ഷേ
സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാം ബാക്കിലാണ്. നേരത്തെ പ്രസംഗിച്ചില്ലേ, സുന്നത്തായ കാര്യം ജീവിതത്തിൽ ചെയ്ത് പതിവാക്കണം. ആ കാര്യം ജീവിതത്തിൽ ചെയ്ത് പതിവാക്കുമ്പോൾ അല്ലാഹു ജീവിതത്തിന് ബർക്കത്ത് നൽകും, മക്കളിൽ ബർക്കത്ത് നൽകും, നല്ല ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ഓ മനുഷ്യ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഹദീസിന്റെ ബാക്കി, വറുള്ള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹു നിനക്ക് അതാ തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ തകുൻ അഗ്നന്നാസ്, ഏറ്റവും വലിയ സമ്പന്നൻ നീയാകും, വലിയ പണക്കാരൻ നീയാകും. ഓ മനുഷ്യ, ഉള്ളതിൽ തൃപ്തിപ്പെടണം. ഇല്ലാത്തതിന്റെ ആർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിൽ ആർത്തി ഉണ്ടാകാൻ പാടില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഖനാഅത്ത് ഉണ്ടാകണം. അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെടണം. മറ്റൊരാൾ കാറിൽ പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മേക്കാൾ താഴെയുള്ള ഒരു മനുഷ്യനെ നോക്കിയിട്ടാണ്. ചിലപ്പോൾ അവൻക്കൊരു വാഹനം പോലുണ്ടാകില്ല, അവൻ നടക്കുകയാണ്, നാം ചെറിയ കാറിൽ പോവുകയാണ്. പക്ഷേ നമ്മുടെ ചിന്ത എന്താണ്? എന്നെക്കാൾ ഉയർന്ന ഒരാൾ വലിയ കാറിൽ പോകുവാൻ, ആ പോകുന്ന സമയത്ത് എന്റെ കൽബെത്തുന്നത് ഇതുപോലെ വലിയ കാറിൽ നിനക്ക് പോകണമെന്നാണ്. പക്ഷേ എന്നെക്കാൾ ചെറിയ മനുഷ്യൻ, അവനക്ക് ഒന്നുമില്ല, ഒന്നും അല്ലാഹു നൽകില്ല. പക്ഷേ എനിക്ക് അല്ലാഹു അതിനേക്കാളും നല്ലൊരു ജീവിതം നൽകി. ഇത് മനുഷ്യൻ ജീവിതത്തിൽ ചിന്തിക്കുന്നില്ല. എന്റെ മുഅ്മിനീങ്ങളെ, നാം ജീവിതത്തിൽ നല്ല ജീവിതം നയിക്കാൻ ഒന്നാമത് ജീവിതം നല്ല തഖ്വയുള്ള ജീവിതമാക്കണം. രണ്ടാമത് വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടണം. അത് അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെട്ടാൽ നീനാണ് വലിയ സമ്പന്നൻ, നീനാണ് വലിയ പണക്കാരനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പ്രഖ്യാപിക്കുകയാ. ജീവിതത്തിൽ നല്ല ജീവിതം നയിക്കണം. മുഅ്മിനീങ്ങളെ, തഖ്വയോട് കൂടിയുള്ള ജീവിതം, ആത്മാർത്ഥമായ ദുആയും ഇതിനെല്ലാം ഇജാബത്ത് അല്ലാഹു നൽകും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു ദിവസം അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആർക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന മങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനത്തിന് ഇജാബത്തില്ല. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ചിന്തിക്കുന്നു, എന്താണിത് സംഭവം? ആ സമയത്ത് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, മൂസാ നബിയേ, നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷം തെറ്റ് ചെയ്ത ഒരു മനുഷ്യനുണ്ട്. അത് കാരണത്താൽ നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ആരാണ് മൂസാ നബി? ഒരു നബിയാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ദോഷിയായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ കാരണം കൊണ്ട് നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിട്ടില്ല മൂസാ നബിയേ എന്ന് അങ്ങ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒരു ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ അയ്യുൽ ആസി ഉഖ്റുജ്, അയ്യുൽ ആസി, ഓ തെറ്റ് ചെയ്ത മനുഷ്യ,
ഈ സദസ്സിൽ നിന്ന് നീ പുറത്തങ്ങ് പോകണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് നോക്കുന്നു, പക്ഷേ ഒരാളും അങ്ങോട്ട് പോകുന്നത് കാണുന്നില്ല. ആ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യൻ അവന്റെ കൽബിലങ്ങ് ചിന്തിച്ചു. ഫഅലിമ ഫീ നഫ്സിഹി അന്നഹുൽ മത്ലൂബ്. അവൻ കരഞ്ഞു പോയി, ഈ തെറ്റ് ചെയ്തവൻ ഞാനാണ്. പക്ഷേ സദസ്സിൽ നിന്ന് എങ്ങനെയാണ് പോകേണ്ടത്? എല്ലാ ആളുകളുള്ള സദസ്സാണ്. മൂസാ നബി അലൈഹിസ്സലാം അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെറ്റ് ചെയ്ത മനുഷ്യനെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ മനുഷ്യനങ്ങ് പേടിച്ചു പോയി. ഞാനങ്ങ് ഈ സദസ്സ് വിട്ടുപോയാൽ ഇത്ര ആളുകളുടെ മുന്നിൽ ഞാൻ വശനായി പോകൂലേ? അവരെ മുന്നിൽ ഞാൻ താന്നു പോകൂലേ? എന്റെ തെറ്റൊങ്ങ് പരസ്യമായി പോയില്ലേ എന്ന് ആ മനുഷ്യനങ്ങ് കൽബിലങ്ങ് ചിന്തിക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഞാനല്ലാത്ത ഒരാളും ഈ സദസ്സിൽ നിൽക്കുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞത് എന്നെ കുറിച്ചാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്തത് അല്ലാഹുവാണ്. മൂസാ നബി അലൈഹിസ്സലാം നോക്കി വീണ്ടും പ്രഖ്യാപിച്ചു. വീണ്ടും പ്രഖ്യാപിച്ചപ്പോൾ ഈ മനുഷ്യനങ്ങ് മനസ്സിലങ്ങ് അല്ലാഹുവിനെ ഓർത്തു. ഫഇന്നീ തുബ്തു ഇലല്ലാഹ്. റബ്ബേ, ജീവിതത്തിൽ തെറ്റ് വന്നു പോയി റബ്ബേ, ഞാനങ്ങ് തൗബ ചെയ്യുന്നു. എനിക്ക് നീ മാപ്പ് തരണം. എന്റെ ആളുകളെ മുന്നിൽ നീ വശനാക്കരുത് റബ്ബേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം സദസ്സിൽ നിന്നങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യന്റെ പ്രാർത്ഥന മൂസാ നബി അലൈഹിസ്സലാം ഉള്ള സദസ്സാണ്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. രണ്ടാമത് മൂസാ നബി അലൈഹിസ്സലാം ആരും എണീച്ചു പോകുന്നത് കാണാത്ത സമയത്ത് വീണ്ടും അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ഈ മനുഷ്യനും കൽബ് പൊട്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സദസ്സിൽ നിന്ന് പോയാൽ അതാ എന്റെ ദോഷം അങ്ങ് അറിഞ്ഞു പോകും. ഞാൻ പോയില്ലെങ്കിലോ എന്റെ കാരണം കൊണ്ട് ഇവിടെ മഴ വർഷിക്കൂല. ഇത് രണ്ടും സംഭവിക്കുമെന്ന് അല്ലാഹുവിനോർത്ത് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ സദസ്സിലുള്ള മനുഷ്യന്റെ ദുആ അങ്ങ് അല്ലാഹു സ്വീകരിക്കുന്നു. ആ മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു കേട്ടു. ആ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റ് വരൽ സൗഭാഗ്യം. സാഹചര്യം അനുസരിച്ച് ജീവിതത്തിൽ ഒരുപാട് തെറ്റ് വന്നു പോകും. പക്ഷേ പടച്ചവന് ഓർത്തങ്ങ് തൗബ ചെയ്താൽ അല്ലാഹു തൗബ സ്വീകരിക്കും കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിൽ ദുആ അല്ലാഹു കബൂലാക്കി. പക്ഷേ മനുഷ്യന്റെ പേടിയാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്ത് മറ്റൊരാൾ അറിഞ്ഞു പോയാൽ ഞാൻ ആളുകളെ മുന്നിൽ വശരായി പോകും. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ആ സദസ്സിൽ തന്നെ പ്രാർത്ഥിക്കുകയും അവിടുന്ന് അല്ലാഹു മഴ നൽകി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ തെറ്റ് വന്നു പോയാൽ ഒന്ന് തഅജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തവസ്സുൽ ചെയ്ത് നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നത്തിന് അല്ലാഹു പരിഹാരം നൽകും. അത് നാം ചെയ്യാത്തത് കൊണ്ടാണ്. നിനക്ക് സമ്പത്തില്ലെങ്കിൽ അല്ലാഹു സമ്പത്ത് തരും, മക്കളില്ലെങ്കിൽ അല്ലാഹു മക്കൾ നൽകും. ഇതെല്ലാം അല്ലാഹു നമുക്ക് നമ്മുടെ കൽബിന്റെ ഇഖ്ലാസ് അനുസരിച്ച് അല്ലാഹു നമുക്ക് നൽകും. എല്ലാ വിഷയത്തിനും ഇഖ്ലാസും നിയ്യത്തും അതാണ് വേണ്ടത്. നാം ഇന്നലെ കേട്ടു, ബഹുമാനപ്പെട്ട സാദാത്തങ്ങൾ നിയ്യത്തിനെ കുറിച്ച് നല്ല വിഷയം നമുക്ക് പറഞ്ഞു തന്നു. ഇതാണ് ഒരു ജീവിതത്തിൽ നിയ്യത്തുണ്ടാകണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. രണ്ടാമത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് വർള ബിമാ ഖസമല്ലാഹു ലക വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്.
അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടണം. സമ്പത്തിൽ നിനക്ക് നൽകിയ സമ്പത്തിൽ നീ തൃപ്തിപ്പെടണം. എന്നാൽ തകുൻ അഗ്നന്നാസ്, നീ വലിയ സമ്പന്നൻ നീയാകും. നമ്മുടെ ഉസ്താദ് കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ഏറ്റുകൊടുക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് വർഷം, ഒരുപാട് കാലം ഈ സമുദായത്തിന് നസീഹത്ത് പറഞ്ഞു കൊടുക്കാൻ, വഅദ് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു ഉസ്താദിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. طالما أشكو غرامي يا نور الوجوه وأنادي يا اتهامي يا مدين الجوع. طالما أشكو غرامي يا نور الوجوه وأنادي يا اتهامي يا مهدين الجوع. طالع البدر علينا يا رسول الله من ثنيات الوداع يا حبيب الله. وجب الشكر علينا يا رسول الله ما دعا لله داهي يا حبيب الله. طالما أشكو غرامي يا نور الوجوه وأنادي يا اتهامي يا مدين الجود. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله.